പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. വളഞ്ഞ വഴിയിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അതിന്റെ വിവരങ്ങളുമായി ഒരുപക്ഷെ ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളുടെ തീരങ്ങളിൽ അടിഞ്ഞേക്കുമെന്നും കപ്പലിൽ നിന്ന് സംശയിക്കുന്ന വസ്തുക്കൾ തുടരുത് എന്നൊക്കെയാണ് കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം. 20 മീറ്റർ അകലം പാലിക്കണം, 200 മീറ്റർ അകലം പാലിക്കണം. അത് കണ്ടാൽ, വസ്തുക്കൾ കണ്ടാൽ 112 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്നുമാണ് നിർദ്ദേശം. അശ്വിൻ പാലാഴി അതിന്റെ വിവരങ്ങളുമായുണ്ട്. അതെ, അശ്വിനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? ക്രിസ്റ്റിന, ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ മുതൽ കർശന നിർദ്ദേശം കോസ്റ്റ് ഗാർഡിന്റെയും ഒപ്പം പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നും നാളെയുമായി കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളുടെ തീരദേശങ്ങളിലേക്ക് അടിയുമെന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ്. എന്തായാലും ആ മുന്നറിയിപ്പ് കൃത്യമായി ഇപ്പോൾ പാലിക്കപ്പെടുകയാണ്. അതായത് ആലപ്പുഴ വളഞ്ഞ വഴിയിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഒരു കണ്ടെയ്നർ തീരത്തേക്ക് അടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി അതായത് ആലപ്പുഴ മറ്റൊരു പുറപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു സേഫ്റ്റി ബോട്ട് കൂടി കരയ്ക്ക് അടിഞ്ഞിരുന്നു. അത് വാൻഹായി കപ്പലിലെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ ബോഡിയിൽ വാൻഹായി 503 സിംഗപ്പൂർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ ഇത് ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വീണതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പൊതുജനങ്ങൾക്ക് കോസ്റ്റ് ഗാർഡ് അടക്കം നൽകിയിട്ടുള്ളത്. കാരണം ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. അതുകൊണ്ട് അപകടകരമായ വസ്തുക്കളാണ് എങ്കിൽ പോലും ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് വന്നാൽ അതിൽ നിന്നും 200 മീറ്റർ ദൂരപരിധി പാലിക്കണം. 200 മീറ്റർ കുറഞ്ഞ ദൂരത്ത് നിൽക്കണമെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് അടക്കം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. ഒപ്പം ഈ വസ്തുക്കളിൽ തുടരുത് എന്ന് പറയുന്നുണ്ട്. അതായത് മുൻപ് ഇങ്ങനെ കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ വന്ന സാഹചര്യത്തിൽ നൽകിയ അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഒപ്പം ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ 112 എന്നുള്ള നമ്പറിൽ വിളിച്ചറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയുമാണ് ഈ ജാഗ്രതാ നിർദ്ദേശം തീരദേശങ്ങളിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇങ്ങനെ തീരത്തേക്ക് അടിയും എന്നുള്ളതാണ് നിലവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് ആലപ്പുഴ, കൊല്ലം, എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിരിക്കും ഈ കണ്ടെയ്നറുകൾ കൂടുതലായി ഉണ്ടാവുക. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം കൈവിടരുത് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് അടക്കം നൽകുന്ന നിർദ്ദേശം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സേഫ്റ്റി ബോട്ട് ഇനിയിപ്പോൾ എറണാകുളത്ത് നിന്ന് കോസ്റ്റ് ഗാർഡും ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ എത്തിയാൽ മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, എന്തായാലും കണ്ടെയ്നർ കണ്ടു കഴിഞ്ഞാൽ 112 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. അവിടെ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളടക്കം അത് കാണാനായിട്ട് വന്നപ്പോണ്ട്. അതെ, കാണാനായിട്ട് വന്നപ്പോണ്ട്. ഇല്ല, മര്യാദക്കൊക്കെ നിൽക്കുന്ന നല്ല മിടുക്കരി കുഞ്ഞുങ്ങളാണ്.